ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. യേശുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാളിനായി അടുത്ത ഒരുക്കം നടത്തുന്ന ദിനങ്ങളിലാണ് നാം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യവും യേശുവിൻ്റെ ജ്ഞാനസ്നാനവുമാണ്. ഇന്നത്തെ വചനത്തിൽ കൂടുതൽ ശക്തനായവൻ എന്നാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ശുശ്രൂഷയുടെ കാലക്രമത്തിൽ സ്നാപക യോഹന്നാൻ്റെ പിന്നാലെ വന്നവനാണ് യേശു. യേശുവിനെ സ്നാപക യോഹന്നാൻ കൂടുതൽ ശക്തനായവൻ എന്ന് പരിചയപ്പെടുത്തുന്നത് സ്നാപക യോഹന്നാനും യേശുവും തമ്മിൽ 2 കാര്യങ്ങളിലാണ് താരതമ്യം കാണാൻ കഴിയുക: വ്യക്തിമാഹാത്മ്യത്തിലും ശുശ്രൂഷയിലും. താൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ യേശു പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. സ്നാപക യോഹന്നാൻ ഒരു വെല്ലുവിളിയാണ്. അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും വിനയാന്വിതമായ മനോഭാവങ്ങളും ജനങ്ങൾക്ക് അദ്ദേഹം സ്വീകാര്യനായി തീർന്നു. ജനഹൃദയങ്ങളിലേക്ക് യേശുവിനെ വഴിയൊരുക്കുവാൻ സ്നാപക യോഹന്നാന് സാധിച്ചു. സ്നാപകൻ യേശുവിനെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു, യേശുവിനെ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ വ്യത്യസ്ത രീതികൾ യേശുവിനെ വെളിപ്പെടുത്തുന്നതിലും യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലും നമുക്ക് കാണുവാൻ കഴിയും. ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നവൻ എന്ന് മാത്രമാണ് 30 വർഷം നീണ്ടുനിന്ന യേശുവിൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ യൗവന കാലഘട്ടം മുഴുവൻ ആരാലും അറിയപ്പെടാതെ യേശു കഴിഞ്ഞു. ഒരു സാധാരണ ജീവിതം യേശു നയിച്ചു. തുടർന്ന് യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നു. അത് മറ്റൊരർത്ഥത്തിൽ സഹന ജീവിതമായിരുന്നു. ദൈവം തൻ്റെ പുത്രന് ഈ ഭൂമിയിൽ വളരാൻ കണ്ടെത്തിയ സ്ഥലം ഗലീലയിലെ നസ്രത്തായിരുന്നു. പല ഉന്നതകുല ജാതരും സമ്പന്നരുമായ യഹൂദരെല്ലാവരും തന്നെ യൂദയായിലും സാധിക്കുമെങ്കിൽ ജെറുസലേമിലുമാണ് ജീവിച്ചിരുന്നത്. വിജാതിയർ ധാരാളമായി ഈ പ്രദേശത്ത് വസിച്ചിരുന്നതിനാൽ ഗലീലിയെ വിജാതിയരുടെ ഗലീലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗലീലിയിൽ വസിച്ചിരുന്ന യഹൂദർ 2ാം കിടക്കാരായാണ് യൂദയായിലെ യഹൂദർ കരുതിയിരുന്നത്. യൂദയായിലെ ഒരു ചെറു ഗ്രാമമാണ് നസ്രത്ത്, യേശു വളർന്ന സ്ഥലം. പഴയ നിയമത്തിൽ അനേകം സ്ഥലനാമങ്ങളുണ്ടെങ്കിലും ഒരിക്കൽ പോലും നസ്രത്ത് പരാമർശിക്കപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു എന്ന സ്നാപക യോഹന്നാൻ്റെ യേശുവിനെക്കുറിച്ചുള്ള വാക്കുകൾക്ക് ശേഷം യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമായിരുന്നു. എന്നാൽ പാപരഹിതനായ യേശു ആ സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിലും യേശു താൻ രക്ഷിക്കാൻ വന്ന പാപികളായ മനുഷ്യരുമായി തന്നെ താതാത്മ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് സ്നാനം സ്വീകരിച്ചു. യേശു സ്നാനം സ്വീകരിച്ച വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി. ഇവിടെ സ്വർഗം തുറക്കപ്പെട്ടു എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്കിസോമെനൂസ് എന്നാണ്. യെശയ്യാ 64:1 ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ദൈവമേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. ദൈവത്തെയും മനുഷ്യനെയും വേർതിരിച്ചിരുന്ന ആകാശം യേശുവിൻ്റെ വരവോടെ പിളർന്നു. നിലച്ചുപോയ ദൈവമനുഷ്യ സമ്പർക്കം വീണ്ടും ആരംഭിച്ചു. ദൈവം തന്നെ പൂർണ്ണമായി മനുഷ്യന് വെളിപ്പെടുത്തി മനുഷ്യനായി തീർന്ന ക്രിസ്തുവിലൂടെ. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇത് പരസ്യ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് യേശുവിനെ പ്രത്യേകം ശക്തിപ്പെടുത്തുന്നു എന്നതാണ് അർത്ഥമാക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം യേശു ദൈവത്തിൻ്റെ സകലദാസനാണെന്നും ലോകരക്ഷകനാണെന്നുമുള്ള സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രളയത്തിൽ നിന്നുള്ള വിമോചനം അറിയിച്ചു കൊണ്ടെത്തിയ പ്രാവ് നോഹയുടെ കുടുംബത്തെ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മനുഷ്യവംശം മുഴുവൻ്റെയും മോചനത്തെയാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു എന്നത് സൂചിപ്പിക്കുന്നതെന്ന് വിശുദ്ധ ക്രിസോസ്റ്റോം പറയുന്നു. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം
ദൈവപിതാവിൻ്റേതാണ്. യേശു തൻ്റെ പ്രിയപുത്രനാണെന്ന് ദൈവപിതാവ് നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. ജ്ഞാനസ്നാനം നൽകിയ സ്നാപക യോഹന്നാനല്ലേ ജ്ഞാനസ്നാനം സ്വീകരിച്ച യേശുവിനേക്കാൾ വലിയവനെന്ന് സംശയിക്കുന്നവർക്കായി ദൈവം തന്നെ ആരാണ് തൻ്റെ ഏകപുത്രനെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. ജ്ഞാനസ്നാനം നൽകിയവനല്ല, ജ്ഞാനസ്നാനം സ്വീകരിച്ചവനാണ് വലിയവനെന്ന് അത്ഭുത പ്രവർത്തകനായി വിശുദ്ധ ഗ്രിഗറി സാക്ഷിക്കുന്നു. സ്നാപകൻ്റെ സാക്ഷ്യവും യേശുവിൻ്റെ ജ്ഞാനസ്നാനവും ക്രിസ്തു ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. രക്ഷകനായി അവതരിച്ച ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.